ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരുപാട് റോഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ പല വെറൈറ്റി എല്ലാം 10 ഫീറ്റാണ്. ലൂർ കാസ്റ്റിങ്ങിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് റോഡുകളാണ്. അപ്പോൾ ഞാൻ അതിൽ ആദ്യത്തെ റോഡ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, സ്പ്ലിറ്റ് ഫയർ എന്ന് പറഞ്ഞാൽ സീബാസ് മോഡൽ, സീബാസിന് വേണ്ടിയുള്ള റോഡാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിത് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. പക്ഷേ ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ബാക്കിയുള്ള റോഡുകളും കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവറിൽ ജസ്റ്റ് പരിചയപ്പെടുത്തുക. കാരണം ആദ്യത്തെ വീഡിയോ കണ്ട് ചിലവർ നിർത്തി പോകുമല്ലോ. അപ്പോൾ അവർക്ക് ഏതൊക്കെ റോഡുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം ആദ്യമേ ഞാൻ എല്ലാ റോഡും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് തുറന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ റോഡ് ഇത് കണ്ടില്ലേ, ലൂർ ഗെയിം. ഇവിടെ തന്നെ RX ലൂർ ഗെയിം എന്ന് പറഞ്ഞ മോഡൽ. അതും ഇതേപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 10 ഫീറ്റ് റോഡാണ്. നമുക്ക് വാഴമീൻ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് എല്ലാം ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് എത്താം. പിന്നെ അടുത്തതായിട്ട് സമുറായി. എല്ലാം 10 ഫീറ്റാണ് ഞാൻ പരിചയപ്പെടുന്നത്. സമുറായിയുടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീബാസാണിത്, സീബാസ് റോഡാണ്. അപ്പോൾ ഇത് സീബാസ് റോഡ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല എങ്ങനെ ഒരു 50 ഗ്രാം കാസ്റ്റിങ്ങും അത്യാവശ്യം നല്ല അടിപൊളി റോഡുകളായിരിക്കും. അതുകൂടാതെ ഇതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ പെടാത്ത ഒരാളും കൂടി ഉണ്ട്. അയാളെയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. നമ്മുടെ ജിഗ്ഗിങ് റോഡാണേ, ജിഗ്ഗിങ് റോഡ്. അത് ജിഗ്ഗിങ് റോഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയാണ് ഏകദേശം ഒരു 3000-3500 രൂപ, 4000 രൂപയുടെ ഉള്ളിലാണ് ഈ റോഡിന് വില വരുന്നത്. കണ്ടില്ലേ, ഈ റോഡിന് വില വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ റോഡ് ആദ്യം തുറന്ന് കാണിച്ചേക്കാം. നമ്മുടെ ഈ കൂട്ടത്തിൽ പെടാത്ത ആളായതുകൊണ്ട് ആദ്യം ഇവനാണ് തുറന്ന് കാണിച്ചേക്കാം. ഓക്കെ, അപ്പോൾ വന്നിരിക്കുന്ന പാക്കിംഗ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ്. പാക്കിംഗ് തുറന്ന് ഇതിൻ്റെ കണ്ടില്ലേ, നല്ല അടിപൊളി ബട്ടാണ് വന്നേക്കണേ. കണ്ടില്ലേ, അത് കഴിഞ്ഞ് ഇതിൻ്റെ അടുത്ത പീസാണ്. അത്യാവശ്യം 200 to 300 ഗ്രാം കാസ്റ്റ് ചെയ്യാൻ പറ്റിയ 200-300 അല്ല, നല്ല അട്രാക്റ്റീവ് കളറുള്ള ജിഗ്ഗിങ് റോഡാണ് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ ഊഹിക്കല്ല. പേര് വരുന്നത് മെഗാ ഫോഴ്സ് എന്നാണ്. 210 7 അടി ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത്. ജിഗ്ഗിങ് വെയിറ്റ് പറഞ്ഞിരിക്കുന്നത് അവർ 210 ഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായി 210 ഗ്രാം വരെ നമുക്ക് ജിഗ് ചെയ്യാം. കണ്ടില്ലേ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് റോഡാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ജിഗ്ഗിങ് റോഡ് ആകുമ്പോഴുള്ള ആക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ആക്ഷനാണ് ഇതിന് കാണേണ്ടത്. ഇത് ഞാൻ ഇവിടെ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോട്ടെ. കണ്ട, അപ്പോൾ 200 ഗ്രാം ഇടാവുന്ന ജിഗ്ഗിങ് റോഡ് ആയതുകൊണ്ടുള്ള പവറും എല്ലാം ഉണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സാധനം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ എക്സാക്റ്റ് വിലയും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇതിൻ്റെ 90 to 210 ഗ്രാമാണ് കേട്ടോ അതിൻ്റെ വെയിറ്റ്, ജിഗ്ഗിങ് വെയിറ്റ് വന്നേക്കാം. പിന്നെ റോഡ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കളറാണ്, കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. അതുപോലെ മീൻ പിടിക്കുമ്പോഴും നമുക്ക് നല്ല രസമായിരിക്കും കാണാൻ ഇതിൻ്റെ ആക്ഷനും ഇതൊക്കെ. കാര്യം ഈ കളറായതുകൊണ്ട്. മെഗാ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഞാനിനി അടുത്തത് കാണിച്ചു തരാൻ പോണത് ഇതിനെ നമ്മൾ വഴിയിൽ മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് നമ്മൾ കാണിച്ചു തരാൻ പോണ സമുറായി. നമ്മുടെ വാഴമീൻ സീസണിന് വേണ്ടി വന്നിരിക്കുന്ന ലൈറ്റായിട്ടുള്ള ഇവിടെ 10 അടി റോഡാണ്. കണ്ടില്ലേ, കൈ പിടിക്കുമ്പോൾ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. 2 പീസ് റോഡാണ്. ലെങ്ത്ത് വെയിറ്റ് വന്നിരിക്കുന്നത് 56 ഗ്രാം എന്നാണ് പറഞ്ഞേക്കണമെങ്കിൽ നമുക്കൊരു 60 ഗ്രാമൊക്കെ ചുമ്മാ എറിയാം. പിന്നെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ഹാൻഡിലാണ്. ഇവിടെ തന്നെ റീൽ സീറ്റാണ്. കണ്ടില്ലേ, എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ്. നല്ല ബട്ടും നല്ല ഇതൊക്കെയാണ് വന്നേക്കുന്നത്. അതുകൂടാതെ എല്ലാം ഫ്യൂജി ഗൈഡാണ് കേട്ടോ വന്നിരിക്കുന്നതെല്ലാം. ഞാൻ ഇതിങ്ങനെ മുകളിലേക്ക് കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് സീൻ മനസ്സിലാവും. കണ്ട, കടലിലേക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂ വരുന്നത്. കണ്ട, എന്ത് രസമാണെന്ന് നോക്കി. കണ്ട, ആക്ഷൻ കണ്ട, നല്ല ആക്ഷനുള്ള നല്ല ടിപ്പ് ആക്ഷനുള്ള റോഡാണ്. അപ്പോൾ ആൾക്കാർ ഈ വിലക്കൊക്കെ ഇതെല്ലാം ഏകദേശം ഒരു 3000-4000 രൂപ റേഞ്ചിൽ വരുന്ന റോഡുകളാണ്. അപ്പോൾ ഈ റേഞ്ചിലൊന്നും ഇത്രയും ടിപ്പ് ആക്ഷനുള്ള റോഡുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിൻ്റെ അടുത്ത മോഡൽ നമുക്കിനി കാണാം. അടുത്ത മോഡൽ വരുന്നത് ഇവിടെ തന്നെ
RX ലൂർ ഗെയിം എന്ന് പറഞ്ഞ മോഡലാണ്. RXൻ്റെ ലൂർ ഗെയിം എന്ന് പറഞ്ഞ മോഡലാണ്. ഇതും 10 അടി തന്നെയാണ് റോഡ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ അഴിച്ച് കാണിച്ചു തരാം. എല്ലാം നല്ല അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ, നല്ല പാക്കിംഗ് ആണ്. എല്ലാ റോഡും വന്നിരിക്കുന്നത് ഇതൊക്കെ ഡൈവയുടെ തന്നെ ഗൈഡാണെന്ന് തോന്നുന്നു. സി ഗൈഡ് ദൈവ ബ്രാൻഡിന് തന്നെ. ഇതിൻ്റെ ഗൈഡൊക്കെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ ഡബിൾ ലെഗ് ഗൈഡ്സാണ്. മറ്റേ ഇതിന് സിംഗിൾ ലെഗ് ആയിരുന്നു, പക്ഷെ എന്നാലും അതിന് അതിൻ്റേതായ പവറുണ്ട്. ഇത് അതിനേലും ഇത്തിരി കൂടി പവർഫുള്ളാണ്, പക്ഷെ എന്നാലും ടിപ്പ് ആക്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ടിപ്പ് ആക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വാഴമീനൊക്കെ അത്യാവശ്യം നല്ല ദൂരം കാസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, പ്രൈസ് റേഞ്ചാണ് കേട്ടോ, പ്രൈസ് റേഞ്ചിലാണ് ഇവൻ ഹിറ്റ്. അല്ലാതെ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള റോഡുകൾ കിട്ടാൻ വഴി ഇത്തിരി കുറവാണ്. അതുപോലെ ഇതിൻ്റെ ഇതൊക്കെ കണ്ട, റീൽ സീറ്റൊക്കെ കണ്ട, നമ്മുടെ വെയിറ്റ് കാസ്റ്റിങ്ങിൻ്റെ പോലത്തെ റോഡ് സീറ്റ്. അത് ദൈവയുടെ തന്നെയാണെന്ന് തോന്നുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, കാർബൺ റോഡാണ് കേട്ടോ, കാർബൺ ഫിനിഷ് റോഡാണ് എല്ലാം. അത്യാവശ്യം ഹെവി പർപ്പസിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. വാഴമീനല്ലാതെ നമുക്ക് ബാക്കിയുള്ള മീനുകൾ പിടിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഇതിൻ്റെ ഈ ഫിനിഷിംഗ് ഒക്കെ നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ. ഇനി ഇത് ഉപയോഗിക്കുമ്പോഴേ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, എന്തൊക്കെയായാലും നല്ലൊരു റോഡാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരു റോഡും കൂടി പരിചയപ്പെടാനുള്ളതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാനുള്ളത്. ഗൈഡൊക്കെ നല്ല ഗൈഡാണ്. നമുക്ക് അടുത്ത റോഡിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഉള്ളത് ഇതിൻ്റെയൊക്കെ 8 ഫീറ്റും 9 ഫീറ്റൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമുക്കിപ്പോൾ സീസണിൽ നമുക്ക് ആവശ്യം ഇതായതുകൊണ്ടും അതെ, ഇതാണ് സ്പ്ലിറ്റ് ഫയർ എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ, ഇതായിവിടെ തന്നെ കണ്ടില്ലേ. അതും നമ്മൾ ഇതേപോലെ തന്നെ ഒരു ബ്ലൂ കളറിലുള്ള നോർമൽ ബാഗ്സിലാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല റാപ്പുണ്ട്, നല്ല റാപ്പുള്ള മോഡലാണ്. ഇതല്ലേ, ഓപ്പൺ ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ കാർബൺ റാപ്പുള്ള മോഡലാണ്. അടിയിലേക്ക് വരുമ്പോൾ വൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്, ഒരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ദൈവയുടെ എംബ്ലോക്ക് വെച്ച് അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ഇതിൽ ദൈവയുടെ തന്നെ റീൽ സീറ്റാണ് വന്നേക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എനിക്ക് കൈ പിടിച്ചിട്ട് ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതും അത്യാവശ്യം കണ്ടില്ലേ നല്ല ആക്ഷൻ ഉണ്ട്, ടിപ്പ് ആക്ഷനുള്ള റോഡാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ഇതാണ്. നമുക്ക് പിടിക്കുമ്പോൾ ആ ഫീല് നമുക്ക് ഇതാണല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് കയറിയെന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ട, നമുക്ക് ആ ഫീല് നല്ല ഇത് കണ്ട. ഞാൻ ഇത്രയും പവർ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്റ്റിഫായിട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് നോക്കിയതിലിപ്പോൾ 2 ഈ റോഡ് ഞാൻ കാണിച്ചുതരാം. ഈ റോഡിനെ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഈ റോഡാണ് ഇത്രയും കൂടി ഫ്ലെക്സിബിളായിട്ട് എനിക്ക് തോന്നിയത് നേരത്തേലും. കണ്ടില്ലേ, എന്തൊക്കെ വന്നാലും നല്ല സ്റ്റിഫ് റോഡുകളാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നതിൻ്റെ ഇടയിൽ അവൻ ചൂണ്ടിടാൻ പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ വഴിയിൽ വെച്ച് കണ്ടാണ്. അപ്പോൾ അവൻ ഈ വീഡിയോയിൽ ചിലപ്പോൾ വരും, ചാടി വീഴും. ഇതാണ് എനിക്ക് വാഴമീനെ ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡ് കേട്ടോ. നോക്കി, അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ ഇത് ഈ കൂടുതൽ ഡീറ്റെയിലൊന്നും ഇനി പറയാനില്ല. എല്ലാവരും 4000 5000 റേഞ്ചിൽ വരുന്ന, മാക്സിമം 4500 റേഞ്ച് 5000 റേഞ്ചേ ഉള്ളു ഡൈവയുടെ റോഡുകളാണെല്ലാം. അപ്പോൾ ഓക്കെ, ബൈ.